നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചോദ്യങ്ങളെ ഭയപ്പെടുന്ന കാലത്ത് ചോദ്യം ചോദിക്കുന്നവരും ട്രെൻഡ് സെറ്റ് ചെയ്യുന്നവരുമായി വിദ്യാർത്ഥി സമൂഹം മാറണമെന്ന് ഷാഫി പറമ്പിൽ MP. പേരോട് MIM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ നിർണായകമായ ഒരു ആഹ്വാനമാണ് കുട്ടികളോട് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ചോദ്യങ്ങളെ ഭയപ്പെടുന്ന കാലത്ത് ചോദ്യം ചോദിക്കുന്നവരായിരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ചോദ്യങ്ങളെ വിലമതിക്കുന്നതും പുതിയ ചിന്തകൾക്ക് വഴിയൊരുക്കുന്നതുമാണ് വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ദൗത്യം. ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയപ്പെടാത്ത തലമുറയാകണം നമ്മുടെ വിദ്യാർത്ഥികൾ. പേരോട് സ്കൂളിൽ കഴിഞ്ഞ തവണ വന്നപ്പോഴുണ്ടായ സംവാദം കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിലും ഏറെ ചർച്ചയായത് അതിന് തെളിവാണ് എന്നും ഷാഫി പറമ്പിൽ MP പറഞ്ഞു. നിർണായകമായ പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഈ ചടങ്ങിൽ സ്കൂൾ മാനേജർ PB കുഞ്ഞുമത് ഹാജി അധ്യക്ഷനായി. ദീർഘകാലം MIM കമ്മിറ്റിയുടെ പ്രധാന ഭാരവാഹിയായിരുന്ന NV അഹമ്മദ് മുൻഷിക്കുള്ള ഉപഹാരവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള ഉപഹാരവും ഷാഫി പറമ്പിൽ സമ്മാനിച്ചു. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അസോസിയേറ്റ് എഡിറ്റർ MP പ്രശാന്ത്, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബംഗ്ലത്ത് മുഹമ്മദ്, ജനറൽ സെക്രട്ടറി TK അബ്ബാസ് അടക്കമുള്ളവർ ഈ ചടങ്ങിൽ സംസാരിച്ചു. എന്തായാലും നിർണായകമായ ആഹ്വാനമാണ് ഷാഫി പറമ്പിൽ MP ഈ ഒരു ചടങ്ങിൽ വിദ്യാർത്ഥികളോട് നടത്തിയിരിക്കുന്നത്. അതേസമയം ഇനി നമുക്ക് മറ്റു ചില വാർത്തകളിലേക്ക് കൂടി പോകാം. MP ചില പ്രതികരണങ്ങൾ, നേരത്തെ നടത്തിയ പ്രതികരണങ്ങളിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് ചർച്ച ചെയ്യാതെയാണെന്ന CPMലെ തുറന്നു പറച്ചിൽ പച്ചക്കള്ളമാണെന്ന് ആരോപിച്ച് ഷാഫി പറമ്പിൽ MP നേരത്തെ രംഗത്തെത്തിയിരുന്നു. പദ്ധതിയിൽ ഒപ്പുവയ്ക്കുന്നതിന് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്ന് ഷാഫി പറമ്പിൽ ആരോപിച്ചു. 16-ാം തീയതി ഒപ്പിട്ട ഈ വിഷയത്തെക്കുറിച്ച് CPM മൗനം പാലിച്ചതിനു പിന്നിൽ 8-നും 9-നും ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചകളാണ് കാരണമെന്നും അത് ചർച്ച ചെയ്യേണ്ടവരുമായി ചർച്ച നടന്നിട്ടുണ്ട് എന്നും ഷാഫി പറമ്പിൽ വിമർശിച്ചു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് വെറും ഫണ്ടിന് വേണ്ടി മാത്രമല്ല, ഇതൊരു പൊളിറ്റിക്കൽ നെക്സസ് ആണെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു. മാത്രമല്ല, സംസ്ഥാന സർക്കാർ അടുത്തിടെ നടത്തിയ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം യാഥാർത്ഥ്യം മറച്ചുവെച്ചുകൊണ്ടുള്ള പരസ്യ പ്രഖ്യാപനം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചർച്ചയില്ലാതെ ഒപ്പിട്ടെന്ന CPM പ്രതികരണത്തോടുള്ള ശക്തമായ രാഷ്ട്രീയ മറുപടിയാണ് ഷാഫി പറമ്പിൽ നൽകിയത്. അതേസമയം പേരാമ്പ്രയിൽ യൂത്ത് കോൺഗ്രസും പോലീസും തമ്മിലുണ്ടായ സംഘർഷത്തിൽ സംസ്ഥാനത്തോട് റിപ്പോർട്ട് തേടാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി ലോക്സഭാ സെക്രട്ടേറിയറ്റ്. 15 ദിവസത്തിനകം റിപ്പോർട്ട് സ്പീക്കർക്ക് നൽകണമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഷാഫി പറമ്പിൽ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കപ്പെട്ടത്. ഈ പരാതിയുടെ അടിസ്ഥാനമൊക്കെ നമുക്കറിയാവുന്നതാണ്. സർക്കാരിൽ നിന്ന് വിശദമായ വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് ലോക്സഭാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. ഷാഫി പറമ്പിൽ, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവരാണ് ഈ ലോക്സഭാ സെക്രട്ടറിയിൽ പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തേടുക എന്നൊരു തീരുമാനത്തിലേക്ക് അധികൃതർ എത്തിയിരിക്കുന്നത്. പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയത്. 2 DYSPമാരുടെ നേതൃത്വത്തിലുള്ള പോലീസ് മർദ്ദിച്ചെന്നും റൂറൽ SP പരസ്യമായി സമ്മതിച്ച സാഹചര്യത്തിൽ പോലീസുകാർക്കെതിരെ അടിയന്തര നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി. സ്പീക്കർക്ക്, പ്രിവിലേജ് കമ്മിറ്റിക്കുമാണ് ഷാഫി പരാതി നൽകിയത്. വടകര DYSP ഹരിപ്രസാദ്, പേരാമ്പ്ര DYSP N സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസാണ് തന്നെ ആക്രമിച്ചതെന്നും പരാതിയിൽ പറയുന്നുണ്ട്. പ്രമുഖ CPM നേതാവിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ സഹിതം ഒരു പോലീസുകാരനെതിരെയുള്ള പ്രചാരണവും സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കമെന്നതാണ് UDF പ്രതിഷേധ സംഗമത്തിൽ ഒരു പോലീസുകാരന്റെ പേരെടുത്ത് ചില നേതാക്കൾ പറഞ്ഞിരുന്നു. MPക്ക് ലാത്തിക്കടി ഏറ്റിട്ടില്ലെന്നും ഷോവർക്കാണെന്നുമുള്ള CPM പ്രവർത്തകരുടെ പ്രചാരണത്തെ എതിർക്കാൻ SPയുടെ വെളിപ്പെടുത്തൽ UDF നേതാക്കൾ ഏറ്റെടുത്തിരുന്നു. ലാത്തി കൊണ്ടടിച്ചത് ആരാണെന്ന് കണ്ടെത്താൻ SPയുടെ നേതൃത്വത്തിൽ പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരുന്നു. അതിനിടയിലാണ് തന്നെ ആക്രമിച്ചത് ആരാണ് എന്നതടക്കമുള്ള തെളിവുകൾ സഹിതം ഷാഫി പറമ്പിൽ ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നത്. രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ വിവരങ്ങൾ പൂർണ്ണമായില്ല. ഔദ്യോഗികമായി ലാത്തി ചാർജ് ഉണ്ടായില്ലെങ്കിലും ലാത്തിയടി ഏറ്റുവെന്നാണ് ഞായറാഴ്ച വടകരയിൽ SP ഒരു പരിപാടിക്കിടെ തുറന്നു പറഞ്ഞത്. സംഭവിച്ച കാര്യത്തെപ്പറ്റി കൃത്യമായ വിവരം യഥാസമയം കിട്ടാത്തത് SP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഗൗരവത്തോടെ കണ്ടു. അതിനോടനുബന്ധിച്ചുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. പിന്നീട് ഷാഫി പറമ്പിൽ അഭിലാഷ് ഡേവിഡ് എന്ന CIക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്ത് വരുന്നു. എന്താണ് സംഭവിച്ചതടക്കമുള്ള കാര്യങ്ങൾ, അതായത് ഇന്ന വ്യക്തിയാണ് തന്നെ ആക്രമിച്ചത്, തന്നെ ഫോട്ടോ സഹിതം വീഡിയോ സഹിതമാണ് ഷാഫി പറമ്പിൽ ആരോപണങ്ങളുമായി രംഗത്ത് വന്നത്. ഈ സംഭവം വികാസങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അതേസമയം ഈയിടയ്ക്ക് മറ്റൊരു സംഭവം കൂടി ഉണ്ടായി, അതിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രസംഗിച്ചെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റിക്കെതിരെ വളയത്ത് DYFI പ്രകടനം നടത്തി. അത് UDF സംഘടിപ്പിച്ച ജനപക്ഷ യാത്രയുടെ സമാപനത്തിലെ പ്രസംഗത്തിനെതിരെയായിരുന്നു പ്രതിഷേധം. ഈ ചടങ്ങിന്റെ ഉദ്ഘാടകൻ ഷാഫി പറമ്പിൽ MP ആയിരുന്നു. MP വേദി വിട്ടതിന് പിന്നാലെയാണ് പ്രകോപന മുദ്രാവാക്യങ്ങളുമായി പ്രകടനവുമായി എത്തിയത്. UDF സംഘടിപ്പിച്ച ജനപക്ഷ യാത്രയുടെ സമാപനം പരിപാടിയിൽ റിജിൽ മാക്കുറ്റി പ്രസംഗിച്ചിരുന്നു. ഇതിൽ പ്രകോപിതരായ DYFI പ്രവർത്തകർ
പ്രവർത്തകരാണ് വളയം ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി തെറി പറഞ്ഞത്. ഷാഫി പറമ്പിൽ എം പി ആയിരുന്നു പരിപാടിയുടെ ഉദ്ഘാടകൻ. പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ച് ടൗണിലൂടെയാണ് പ്രകടനം നടത്തിയത്. അതേസമയം ഈ ഷാഫി പറമ്പിൽ മർദ്ദനമേറ്റ സംഭവവുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെയും ഷാഫി പറമ്പിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ AI ടൂളിന്റെ ആവശ്യമില്ല തന്നെ മർദ്ദിച്ചവരെ കണ്ടെത്താൻ എന്നതടക്കമുള്ള ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു പ്രസ്താവന ഷാഫി പറമ്പിൽ എം പി നടത്തിയിരുന്നു. അന്നേ ദിവസം തന്നെ മർദ്ദിച്ചത് വടകര കൺട്രോൾ റൂം CI അഭിലാഷ് ഡേവിഡ് ആണെന്നും ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. മാഫിയ ബന്ധത്തിന്റെ പേരിൽ 2023 ജനുവരി 16 സസ്പെൻഷനിൽ പോയ പോലീസ് ഉദ്യോഗസ്ഥനാണ് അഭിലാഷ് ഡേവിഡ്. പിന്നാലെ ഇയാളെ പിരിച്ചുവിട്ടു എന്ന് വാർത്ത വന്നതാണ്. പോലീസ് സൈറ്റിൽ ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളില്ല. ഇയാൾ ഉൾപ്പെടെ 3 പേരെ പിരിച്ചുവിട്ട ശേഷം സർവീസിൽ തിരികെ കയറ്റിയതാണ്. വഞ്ചിയൂർ CPM ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിത്യ സന്ദർശകനാണ് ഇയാളെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞിരുന്നു. പേരാമ്പ്രയിൽ ആക്രമണം ഉണ്ടായത് ശബരിമല വിഷയം മാറ്റാനാണെന്നും ആസൂത്രിതമായ ആക്രമണമാണ് പോലീസ് നടത്തിയതെന്നും പോലീസിന്റെ കയ്യിലിരുന്ന ഗ്രനേഡ് പൊട്ടിയാണ് തനിക്ക് പരിക്കുണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. പേരാമ്പ്രയിലെ സംഘർഷം ഒഴിവാക്കാനാണ് താൻ ശ്രമിച്ചത്. അതിന്റെ ദൃശ്യങ്ങളുണ്ട്. ഇത്ര വലിയ മർദ്ദനമേറ്റിട്ടും അവിടെ നോടി ആശുപത്രിയിൽ പോകാത്തത് പ്രവർത്തകരെ പിരിച്ചുവിടാൻ വേണ്ടിയാണ്. അവിടെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് താൻ ശ്രമിച്ചത്. മർദ്ദിച്ചില്ലെന്ന് പറഞ്ഞ SP പോലും അത് മാറ്റി പറയേണ്ടി വന്നു. AI ടൂൾ ഉപയോഗിച്ച് ആളെ തിരിച്ചറിഞ്ഞ് നടപടിയെടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇതുവരെ ഒരു നടപടിയും ഉണ്ടായില്ല. CPM ഇടപെടലിനെ തുടർന്നാണ് SP അന്വേഷണം നടത്തിയത്. ഇതുവരെ മൊഴി പോലും എടുത്തില്ല. റൂറൽ SPയുടെ ബൈറ്റ് പുറത്തു വന്ന ശേഷം ഇടപെടലുണ്ടായി. ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് 2 തവണ അടിച്ചത്. മൂന്നാമത് അടിച്ചപ്പോൾ മറ്റൊരു ഉദ്യോഗസ്ഥൻ തടഞ്ഞു. അടിക്കുന്ന സമയത്ത് ഒരു സംഘർഷമോ കല്ലേറോ ഉണ്ടായിട്ടില്ല. പോലീസിന്റെ കയ്യിൽ നിന്ന് ഗ്രനേഡ് പൊട്ടിയാണ് പരിക്കുണ്ടായത്. ഗ്രനേഡ് കയ്യിൽ വെച്ചൊരു കയ്യിൽ ലാത്തിക്കൊണ്ട് DYSP ഹരിപ്രസാദ് അടിക്കാൻ ശ്രമിച്ചു. ഗ്രനേഡ് പരിശീലനത്തിന് പിന്നാലെ പോലീസ് പരിശീലനം നൽകാൻ സർക്കുലർ ഇറക്കി. പോലീസിന് ഗ്രനേഡ് എറിയാൻ അറിയില്ല എന്ന് വ്യക്തമായതോടെയല്ലേ കോഴിക്കോട് റൂറൽ പോലീസിന് പരിശീലനം നടത്തിയത്. ഗ്രനേഡ് എറിയേണ്ടത് ആൾക്കൂട്ടത്തിനിടയിലേക്കല്ല എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞിരുന്നു. കൊള്ളയുടെ പങ്കുപറ്റിയ സർക്കാരാണിതെന്നും മന്ത്രിമാർക്കുൾപ്പെടെ ശബരിമല വിഷയത്തിൽ പങ്കുള്ളതിനാലാണ് ദേവസ്വം ബോർഡ് പിരിച്ചുവിടാത്തതെന്നും അയ്യപ്പന്റെ പൊന്നുരുക്കി ജീവിക്കാൻ തീരുമാനിച്ചവരുടെ കഥകൾ പുറത്തു വരുന്നുണ്ട് എന്നതടക്കമുള്ള വിമർശനങ്ങളും ഷാഫി പറമ്പിൽ MP ഉന്നയിച്ചിരുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങൾ ഇപ്പോഴും ആ വിഷയത്തിലൊരു തീരുമാനമായിട്ടില്ല. എന്തായാലും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.